കാഴ്ചയൊന്ന് കാണണോ? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു തന്റെ പിന്നിൽ ഒരാളുണ്ടെന്ന്. അതാരാണെന്ന് താൻ തന്നെ എനിക്കിപ്പോ കാട്ടിത്തരുകയും ചെയ്തു. അപ്പോ ഇതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നു? കാഷായ വേഷം ധരിച്ചുള്ള കരിങ്കാലിപ്പണി, കുലം മുടിക്കാൻ ഇറങ്ങി തിരിച്ചവൾക്ക് വേഷം കെട്ടി ആടാനാണോ പ്രയാസം? ഞാൻ ചെയ്യുന്നത് എന്റെ കർമ്മമാ. നിനക്കൊക്കെ പട്ടട ഒരുക്കുന്നതാടി എന്റെ കർമ്മം. ഓരോരുത്തരെയായി ഞാൻ അതിൽ വെക്കും, എന്നിട്ട് പച്ചയ്ക്ക് കത്തിക്കും. എന്റെ ജീവിതം തകർത്തതിന്റെ പക നിന്റെയൊക്കെ കുടുംബത്തോടെ കത്തിച്ചോണ്ട് അഗ്നിസാക്ഷിയായിട്ടൊരു ബലിതർപ്പണം. അതിനി ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്നോരോന്നായി ഞാനിങ്ങനെ എടുക്കും. ആദ്യം നറുക്ക് വീണത് പാവം സത്യഭാമയ്ക്കായി പോയിന്ന് മാത്രം. സുസ്മിതേ, നീ കളിക്കുന്നതേ തീക്കളിയാ. കത്തുന്ന വിറകുകൊള്ളി കൊണ്ട് പുറം ചൊറിയുന്ന ഏർപ്പാട്. നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാ ഞാനിപ്പോ. പഴയ ശാലിനി നിന്റെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ ഒരു പക്ഷെ പകച്ചു നിന്നിട്ടുണ്ടാവും. പക്ഷേ നീ അതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ എന്നോട് നേരിടാൻ വന്ന, നീ ചിന്തിക്കുന്നതിനപ്പുറം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ജയിക്കൂന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ ഇനി പോരിനിറങ്ങാവൂ. ഇല്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ നീ ഇപ്പൊ എടുത്തണിഞ്ഞിരിക്കുന്ന കാഷായ വേഷത്തിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. ഒരുപാട് യുദ്ധത്തിൽ പരാജയം സംഭവിച്ചാൽ പിന്നെ തോൽക്കുന്നവന്റെ മനസ്സ് ചെന്ന് നിൽക്കുന്നത് ചാവേറില്ല. സ്വയം അങ്ങ് ഒടുങ്ങിയിട്ടാണെങ്കിലും ശത്രുവിന്റെ ജീവൻ എടുക്കുക. അങ്ങനെ തയ്യാറായി വന്നവളെ നീ ആയുസിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാൻ വരല്ലേ? ഒരൊറ്റ ജീവിതം സുസ്മിതയ്ക്കുള്ളൂ. അതുപോലെ തന്നെ ഒരൊറ്റ ലക്ഷ്യം, നിന്റെ ഒടുക്കം. അതിനുവേണ്ടി എന്ത് ഞാൻ ചെയ്യും. ഇന്നു മുതൽ നീ കൗണ്ട് ഡൗൺ ചെയ്തോ. നിന്റെ ആയുസ് എടുക്കാനുള്ള കൊലക്കയറുമായി ഞാനുണ്ടാവും നിന്റെ പിന്നിൽ. നിന്നെ ജീവിപ്പിക്കുന്നത് നിന്റെ നാവിന്റെ ബലവാ സുസ്മിത. പക്ഷേ ഞാൻ ജീവിക്കുന്നതേ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ പുറത്താ. ഞാൻ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുമ്പോ നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ സർവനാശ.